റഷ്യൻ നാടോടി കഥയാണ്. പണ്ട് ഞാനൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ഞാൻ മാത്രമല്ല, കുറേ പേര് വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. കഥ ഇതാണ്: ഒരു ആമ കടപ്പുറത്തുകൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോൾ ഒരു കുറുക്കൻ ഓടി വന്ന് ആമയോടെ പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാനിപ്പോൾ കൊന്നു തിന്നാൻ പോവാണ്, അവസാനത്തെ ആഗ്രഹം പറ എന്ന് പറഞ്ഞു. അപ്പോൾ ആമ പറഞ്ഞു, അവസാനത്തെ ആഗ്രഹമായിട്ട് എനിക്ക് കടപ്പുറത്തൊന്ന് ഓടിക്കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറുക്കന് അതിശയായി. മരിക്കുന്നതിന് മുമ്പ് നീ കളിക്കാൻ പോകണോ? അതെ, എനിക്ക് കളിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ കുറുക്കൻ ആമയെ വിട്ടു. ആമ ഓടിക്കളിച്ചു. അവിടെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് മാന്തി ദേഹത്തിടുന്നു, മറിയുന്നു, തിരിയുന്നു ഒക്കെ ചെയ്തിട്ട് ഓടി വന്നിട്ട് കുറുക്കനെയും കളിക്കാൻ വിളിച്ചു. എന്നിട്ട് കുറുക്കന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഇനി എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറുക്കന് അതിശയായി, ഇതെന്താണ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു കലാപരിപാടികളൊക്കെ? അപ്പോൾ ആമ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വരികയായിരുന്നു കടപ്പുറത്ത് കൂടെ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഓടി വന്നതാണ്, അങ്ങനെയാണ് നിൻ്റെ കയ്യിൽ പെട്ടത്. അപ്പോൾ അവരൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് ഇവിടെ എത്തും, നീ എന്നെ കൊല്ലുകയും ചെയ്യും, എൻ്റെ തോട് അവർ കാണും. പക്ഷേ അവരിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു കുറുക്കനുമായി ഫൈറ്റ് ചെയ്തിട്ടാണ് മരിച്ചത് എന്ന് ഈ അടയാളങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്ന്. അടയാളങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് നമ്മൾ ആ കഥയിൽ നിന്ന് എടുക്കുന്ന പാഠം. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു അടയാളം സൃഷ്ടിക്കാനാണ്. എൻ്റെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്നോട് ചോദിച്ചതാണ് ഒരു ക്ലാസ്സിൽ, എന്താണ് അഭിഷാദിൻ്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞു, എൻ്റെ മരണയാത്ര പോകുമ്പോൾ, ഞാൻ മരിച്ചിട്ട് എൻ്റെ ഡെഡ് ബോഡി പോകുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകൾ കണ്ണീര് പൊഴിക്കണം, ആ ചുറ്റും നിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളും കണ്ണീര് പൊഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ അവയൊക്കെ തൊട്ടിട്ടുണ്ടാവണം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ടാണ് എനിക്ക് തൊടാൻ പറ്റുക, അപ്പോൾ ആ വാക്കുകൾ കൊണ്ട് തൊട്ടിട്ടുണ്ടാവണം. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഈ ഭൂമിയിൽ അടയാളങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവോടുകൂടി തന്നെയാണ് ജനിച്ചത്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നമ്മുടേതായിട്ടുള്ള അടയാളങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ആ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. താങ്ക് യു.